ഹലോ ഗൈസ്, അങ്ങനെ നമ്മളിന്ന് ശോഭ സിറ്റി വരെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഹസ്ബൻഡിന് ഒഴിവാണ്, പിന്നെ എനിക്കും 2-3 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് തൃശ്ശൂർ വരേണ്ട ഒരു ആവശ്യമൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ശോഭ സിറ്റി വരെ വന്നായിരുന്നു. കാരണം എനിക്ക് എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഒരു ചാർജർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്ക് പുതിയതൊന്ന് മേടിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് ശോഭ സിറ്റി വരെ വരേണ്ടി വന്നു. അപ്പോൾ ശോഭ സിറ്റിയൊക്കെ ഒന്ന് കാണിച്ചു തന്നു. എന്തായാലും ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം മഴയൊന്നുമില്ല. അങ്ങനെ എന്തായാലും അടിപൊളിയായി. മഴ കാരണം നമ്മളാണിന്ന് വണ്ടി എടുക്കാണ്ട് വന്നത്. ബസ്സിന് പോകാമെന്ന് വെച്ചാൽ KSRTC മേടിച്ചാണ് കേസ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. ഹായ്. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഇങ്ങനെ ശോഭ സിറ്റിയുടെ ആ ഒരു വാക്കിംഗ് ഏരിയയിൽ കൂടി ഇങ്ങനെ നടക്കുക. എന്തോന്നാ ഭയങ്കര നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ അവിടെ നിങ്ങളിപ്പോൾ കാണുന്നത്. കാരണം 2 ഭാഗത്തും നല്ല ഒരു ഗ്രീനറി ഫീലിങ്ങും എന്ത് ഭംഗിയായിട്ടാണ് അവർ ആ ഒരു പരിസരം മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മളിങ്ങനെ പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾക്കിങ്ങനെ മരത്തിൻ്റെ അടിയിലൊക്കെ പോകുമ്പോൾ നല്ലൊരു കൂളിംഗ് ഫീലൊക്കെ കിട്ടൂലേ, അതുപോലെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ അവിടെ സൈഡിലൊക്കെ നല്ല ഇങ്ങനെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് കാണുമ്പോൾ അറിയും. കാരണം ദിവസേന എന്നുള്ളത് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഇങ്ങനെയൊന്നും ആയി വരില്ല. എന്തായാലും അടിപൊളിയാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ ഇവിടെ വരുന്നത്, ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഫോണിൻ്റെ സർവീസ് സെൻറ്റർ ഇവിടെയാണ് കേട്ടോ വരുന്നത്. ഞാൻ എന്തുണ്ടെങ്കിലും ഇവിടെയാണ് വരാറ്. അവർ നല്ല സർവീസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചേട്ടനറിയുന്ന ചേട്ടനൊക്കെ അവിടെ സെയിൽസിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും, അതുപോലെ എന്തെങ്കിലും ഒരു ഫോണിനെ പറ്റി എന്തെങ്കിലും ചെറിയൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലൊക്കെ ആ ബ്രദറാണ് ഹെൽപ്പ് ചെയ്യാറ്. അതാണ് നമ്മൾ ഇവിടത്തേക്ക് തന്നെ വന്നത്. കാരണം തൃശ്ശൂർ വരേണ്ട ആവശ്യം കൂടി ആയതുകൊണ്ട് ഇതും അതിൻ്റെ കൂട്ടത്തിൽ നടക്കുമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങനെ ശോഭ സിറ്റിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻട്രൻസ് വരുന്നത്. തൃശ്ശൂരുള്ള തൃശ്ശൂർ നല്ല അധിക പേരും ഇവിടെ വന്നിട്ടുണ്ടാവണം. കാരണം ഒരു തൃശ്ശൂരിലെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു മാളാണ് ഇത് ശരിക്കും ശോഭ സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കയറി അതിൽ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. അധികം റഷൊന്നുമില്ല കേട്ടോ, അത്ര വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ സ്റ്റുഡൻസ് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈം. നമ്മളൊരു ഉച്ചതിരിഞ്ഞൊക്കെയാണ് അങ്ങോട്ട് പോണത്. കാരണം കാലത്തെ ആവശ്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉച്ചതിരിഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ട് വരണുണ്ടായത്. അങ്ങനെ അവിടെ കടകളിലൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഞാൻ നോക്കായിരുന്നു കേട്ടോ. നല്ല ഇവിടെയും അങ്ങനെ വലിയ ആൾക്കാർ എന്ന് പറയാനൊന്നുമില്ല. അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ വരുമ്പോൾ ചേട്ടനിങ്ങനെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ മെയിൻറ്റെയിൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനിങ്ങനെ പറയണേ, എന്തുട്ടാണ് നീ കാണിക്കണേ, മെയിൻറ്റെയിൻസ് ആണ് അവിടെ ഷീറ്റൊക്കെ കെട്ടിയിരിക്കണം, അതാണോ ഈ കാണിക്കണേ എന്നൊക്കെ ചോദിക്കണം എന്നോട്. ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചില്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ അതിങ്ങനെ എടുത്ത് പോവുകയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചേ. അപ്പോൾ നേരെ നമ്മൾ ചേട്ടനൊരു ലൈറ്റായിട്ട് വിശക്കണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് ഫുഡ് കോർട്ടിലേക്ക് കയറിയതിന് അപ്പോഴാണ് ഡൊമിനോസ് കണ്ടത്. ഡൊമിനോസ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തെന്ന് വെച്ചാൽ എനിക്ക് GPayയിൽ ഡൊമിനോസിൻ്റെ ഒരു വൗച്ചർ കിട്ടിയത് റെഡീം ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും ഒരു മിനി പിസ്സ മേടിക്കാമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് അത്ര ഇഷ്ടമല്ല പിസ്സ. അപ്പോൾ ചേട്ടന് പിസ്സ കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്നാൽ ഓക്കെ ചേട്ടൻ മേടിച്ചോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടനൊരു മിനി പിസ്സ മേടിച്ചിട്ടുണ്ടായി. കുഴപ്പമില്ല, നല്ല ഇതായിരുന്നു. ഡൊമിനോസിലെ പിസ്സ എങ്കിലും നല്ലതാണ്. കാരണം എനിക്ക് പേഴ്സണലി പിസ്സ അത്ര ഇഷ്ടമില്ലാത്ത കാരണം ഞാനിങ്ങനെ കൂടുതൽ അഭിപ്രായം പറയുന്നില്ല. ചേട്ടൻ നന്നായിരുന്നു, സൂപ്പറായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ആളതൊക്കെ കഴിച്ചു ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു എനിക്കൊരു സൺഗ്ലാസ് നോക്കണമെന്നുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, അങ്ങനെ വിലയൊക്കെ ഒന്ന് അറിയാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആൾ ലെൻസ് കാട്ടി കയറി സൺഗ്ലാസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ ഓരോന്നിട്ട് ഇങ്ങനെ എന്നെ കാണിച്ചിട്ട് ഇങ്ങനെ പറയുന്നതിനു ഇതെങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം മേടിക്കുന്നുണ്ട് ഏട്ടാ, ഇപ്പം മേടിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. കാരണം ഇപ്പം മേടിക്കുന്നില്ല, ഞാൻ പിന്നെ വന്ന് മേടിച്ചുകൊണ്ട് നല്ല പറയുന്നുണ്ടായേ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഏട്ടന് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി അവിടെ വെക്കാനിട്ട് വന്ന് മേടിക്കുക നല്ല രീതിയിലല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഇങ്ങനെ നോക്കി. പിന്നെ നെക്സ്റ്റ് നമ്മൾ USTയിൽ കയറി. സ്റ്റുഡിയോ പോലത്തെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്റർ എന്നല്ല, ഒരു ഷോപ്പിംഗ് മാളായിട്ട് തന്നെയാണ് നമ്മൾ UST കാണുന്നത്. അടിപൊളിയാണ്. നല്ല ജീൻസിനൊക്കെ 499 അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ജീൻസാണ് അവിടെ കിട്ടുന്നത്. അതുപോലെ നമ്മളെ ആക്സസറീസ് ആണെങ്കിൽ കമ്മലൊക്കെ കണ്ട് എന്ത് സ്റ്റാൻഡേർഡ് കമ്മലുകളുണ്ട്, നമ്മുടെ ന്യൂ ട്രെൻഡ് അനുസരിച്ചുള്ള ഇയറിങ്സ് ഒക്കെ അവിടെ ഉണ്ട്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ
നമ്മുടെ ഫുഡ്വെയർ കളക്ഷൻ ആണെങ്കിലും ബാഗിൻ്റെ കളക്ഷൻ ആണെങ്കിലും ഒക്കെ നമ്മളെ ട്രെൻഡിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളായിരുന്നു. ഈവൻ നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ് വരെ നല്ല ഇപ്പം അധികം കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടം മാറ്റ് ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി ഷെയ്ഡ് ഉണ്ട്. അതുപോലെ കുർത്തകൾ, ഷോർട്ട് ടോപ്പുകൾ, ജീനിനൊക്കെ ഇടാൻ പറ്റിയത്, ടീഷർട്ടുകൾ, അങ്ങനത്തെ വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് അവിടെയുണ്ട്. എന്തായാലും എനിക്കെന്തോ ഒത്തിരി ഇഷ്ടമായി. പിന്നെ ഡ്രസ്സ് എടുക്കാനുള്ള ഒരു ഇതൊന്നും എനിക്ക് വലിയ ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി അടുത്തൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് കാരണം ഡ്രസ്സ് എടുക്കാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡ്രസ്സൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കിയത്. അങ്ങനെ ടീഷർട്ടൊക്കെ കണ്ടു. 149 എന്ത് സൂപ്പർ ടീഷർട്ടാണ്, ഡെയിലി വെയറൊക്കെ ആക്കിയിട്ട് നമുക്കിടാം. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് ഈ ഒരു കുർത്ത ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സിങ് റൂമിൽ പോയി ട്രൈ ചെയ്തു. അത് അപ്പോൾ കുഴപ്പമില്ല, ഇട്ടിട്ട് ഭംഗിയൊക്കെ ഉണ്ട്, രസമെല്ലാം എനിക്കിഷ്ടമായി. പേഴ്സണലി എനിക്കിഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കോളറൊക്കെ നെക്ക് പോർഷനിലൊക്കെ നല്ല നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെ കഴുത്തൊക്കെ ഞാനത് എടുത്തില്ല. ചേട്ടൻ പറഞ്ഞു ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോളാം. ഞാൻ മനുഷ്യൻ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ശോഭ സിറ്റിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണിത്. കാരണം അതിൻ്റെ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇതൊരു ജസ്റ്റ് ഒരു ബാൽക്കണി പോലെ ഇതിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഫുൾ ശോഭ സിറ്റിയിലെ ഇൻസൈഡ് തന്നെയുള്ള ഫ്ലാറ്റുകളും പിന്നെ ഓരോ ബിസിനസ്സുകാരുടെ വീടുകളും അങ്ങനെയൊക്കെയാണ്. പിന്നെ അതിൻ്റെ നടുക്കെ ഇങ്ങനെ പുഴയല്ല, ഇങ്ങനെ കനാൽ പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു ഇളം കാറ്റും നല്ല ആ ടൈമാണെങ്കിൽ കുറച്ചൊരു മഴ ഉള്ള ഒരു സീസണും കൂടി ആകുമ്പോൾ നല്ല തണുപ്പെല്ലാം ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു എന്ന് പറയാം അവിടെയൊക്കെ. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഇരിത്തിരി നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്ന് മാളിയിൽ നിന്ന് പോവാന്നൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതുപോലെ ഒരു ചേട്ടൻ ഇങ്ങനെ നമ്മളെ രാജസ്ഥാനി മോഡൽ ഇയറിങ്സ്, അങ്ങനെ ബാംഗിൾസ്, ആംഗ്ലറ്റ്സ് അങ്ങനത്തെ ഒക്കെ വിൽക്കണത് കണ്ടത്. അപ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അങ്ങനെ അതും നോക്കി അവിടെ നിന്ന് 2 കമ്മലൊക്കെ മേടിച്ചിറങ്ങി. അപ്പോൾ ചേട്ടൻ എനിക്ക് ഫുഡ് വിശക്കണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉച്ചയ്ക്കൊന്നും അങ്ങനെ കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. ഒരു നേരത്തെ ഒരു കോഫി കുടിച്ചു. ചേട്ടൻ ആ പിസ്സ കഴിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ അങ്ങനെ അവിടെ തൊട്ടടുത്തുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ കയറി റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് വെച്ചപ്പോൾ എനിക്ക് ഒട്ടും വിശക്കുണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നല്ല പ്ലേസ് ഉണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. കാരണം നല്ലൊരു ക്ലൈമറ്റ്, കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയൊക്കെ ആയിരുന്നു. അത് കാരണം നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു അടുത്തന്നെയായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ കഴിച്ചു. അത് ചെറുതായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അതിൽ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവന് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ചേട്ടന് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ചു. നമ്മളിനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. പിന്നെ അത്രയേ ഉള്ളൂ. നല്ല പ്ലേസ് ആണ് ഗൈസ്. നല്ലൊരു ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് അടിപൊളി ഒരു ക്ലൈമറ്റാണിത്. അതേ ഞങ്ങളവിടെ കാണുന്നതാണ് കേട്ടോ ശോഭ സിറ്റി. ശരിക്കും ഇതൊരു പാടമാണ് മൊത്തം. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ നമ്മൾ ശോഭ സിറ്റീൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടെ നമ്മൾ ഫുഡിനൊക്കെ ഭയങ്കര അഫോർഡബിൾ റേറ്റാണ്. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ റെസ്റ്റോറൻറ്റിനൊക്കെ ഒരു ഫുഡ് 2 ആൾ കഴിച്ച് വരുമ്പോൾ എന്തായാലും ഒരു 500 മേലെ മിനിമം ആവുമായിരിക്കും. ഇവിടെ ശരിക്കും നല്ല നല്ല ഫുഡുകളൊക്കെ നമുക്ക് നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ചെറിയ പൈസ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ തൃശ്ശൂർ ഇതുവഴിയൊക്കെ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വന്ന് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. നല്ല ഫുഡാണ്, അതിനുള്ള കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ. അങ്ങനെ ഞാൻ ഏട്ടനോട് പറയലേനു ഇന്നത്തെ ദിവസം എന്തായാലും നല്ലതായിരുന്നു, വന്ന കാര്യമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് എന്ന്. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ് ഈസ് മീ ബമി. ബൈ.